അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിയായ അധ്യാപകൻ MK റാം പിടിയിൽ. കർണാടകയിലെ കുടകിൽ നിന്നാണ് റാം പിടിയിലായത്. പോലീസ് ഉദ്യോഗസ്ഥന്റെ പ്രതികരണം. പ്രതി ഡോക്ടർ റാമിനെ ഇന്ന് 9:20 മണിക്ക് കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായ ശ്രീ സുധീർ അറസ്റ്റ് ചെയ്ത വിവരം നിങ്ങൾ അറിയിക്കുകയാണ്. ബാക്കി അറസ്റ്റിൻ്റെ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൊസീജിയറെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇന്ന് തന്നെ കോടതി മുമ്പാകെ ഹാജരാക്കുന്നതാണ്. അതേസമയം പ്രതിയെ പിടിക്കാൻ എടുത്തത് 100-ലധികം ദിവസമാണ്. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് നിതിൻ രാജിന്റെ അച്ഛൻ പ്രതികരിച്ചു. ക്രൈംബ്രാഞ്ച് സംഘത്തെ മാറ്റി പുതിയ അന്വേഷണ സംഘത്തിന് കേസ് നൽകണം. ഇത് ആഭ്യന്തരമന്ത്രിയെ അറിയിക്കുമെന്നും നിതിൻ രാജിന്റെ അച്ഛൻ പറഞ്ഞു. വളരെയധികം ആശ്വാസം നൽകുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നതെങ്കിലും 100 ദിവസങ്ങളോളം എടുത്തു റാമിനെ അറസ്റ്റ് ചെയ്യാൻ. പ്രിൻസിപ്പലിൻ്റെ റൂമിൽ നടന്ന ഇൻസിഡൻറ്റിൽ ആരൊക്കെയാണോ പങ്കെടുത്ത അവരെല്ലാം പ്രതികളാണ്. അവരെ പുറത്തു കൊണ്ടുവരാനാണ് ഇന്ന് ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം കൊടുക്കാൻ ഞങ്ങൾ പോകുന്നത്. അന്വേഷണത്തിൽ ഒരു തൃപ്തിയുമില്ല. കാരണമെന്ന് പറഞ്ഞാൽ ആദ്യം തൊട്ട് ഈ 5 പേരെ കൂടെ പ്രതി ചേർത്ത് അവരുടെ അന്വേഷണം പുരോഗമിക്കാനാണ് പറഞ്ഞത്. പക്ഷേ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ ADGPയുടെ നേതൃത്വത്തിൽ അതെല്ലാം അന്വേഷണം കണ്ണൂരിൽ നിന്ന് അട്ടിമറിച്ചു. ഇപ്പോഴും അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഗീതയ്ക്ക് ജാമ്യം കൊടുത്തു ഹൈക്കോടതി. ഏത് ലെവലിൽ ജാമ്യം കൊടുത്തു? എന്ത് ലെവലിൽ ജാമ്യം കൊടുത്തു? കുടുംബത്തിൻ്റെ പരാതി അംഗീകരിച്ചു? ഇല്ല. സംഗീതയ്ക്ക് ജാമ്യം കൊടുക്കാൻ യാതൊരു നിർവാഹവുമില്ല. സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ഒടുവിൽ ഡോക്ടർ റാം പിടിയിലായിരിക്കുന്നു. ഏതാണ്ട് 100-ലധികം ദിവസമെടുത്തു ഡോക്ടർ റാമിനെ പിടിക്കാൻ എന്നുള്ള ആക്ഷേപം കുടുംബം ഉന്നയിക്കുന്നുണ്ട്. എവിടുന്നാണ് ഇയാളെ പിടികൂടിയത്? വിശദാംശം. ഷമ്മി, കർണാടകയിലെ കുടകിൽ നിന്നാണ് നിതിൻ രാജ് കേസിലെ പ്രതിയായ ഡോക്ടർ റാമിനെ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത്. ഡോക്ടർ റാമിന്റെ അറസ്റ്റ് വഹിക്കുന്നതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളെല്ലാം ഉയർന്നിരുന്നു. എല്ലാ കോടതികളും ഈ തലശ്ശേരി കോടതി മുതൽ സുപ്രീം കോടതി വരെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടും ഡോക്ടർ റാമിനെ പോലീസിന് പിടികൂടാൻ കഴിയാത്തതിനെതിരെ കുടുംബവും രംഗത്ത് വന്നിരുന്നു. ഈ റാമിനെ വേണ്ടിയുള്ള തിരച്ചിൽ കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെല്ലാം ക്രൈംബ്രാഞ്ച് നടത്തി എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കുടകിൽ വെച്ച് ഡോക്ടർ MK റാമിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. MK റാമിനെ ഇപ്പോൾ കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുകയാണ്. അതിനുശേഷം തലശ്ശേരി കോടതിയിൽ ഹാജരാക്കും എന്നാണ് ക്രൈംബ്രാഞ്ച് SP നേരത്തെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ഈ ഏപ്രിൽ മാസം 10-ാം തീയതിയാണ് നിതിൻ രാജ് കോളേജ് കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ജീവൻ ഒടുക്കുന്നത്. ഈ നിതിൻ രാജിന്റെ മരണത്തിന് കാരണം ഡോക്ടർ MK റാമിന്റെ ഈ മാനസിക പീഡനവും ജാതീയ അധിക്ഷേപവുമാണ് എന്നുള്ള പരാതി ഉയർന്നതിനെ തുടർന്നാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തത്. എന്നാൽ ഈ റാമിനെ പിടികൂടാൻ, പ്രധാന പ്രതിയായ ഡോക്ടർ റാമിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം കുടുംബം മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ കണ്ട് അതൃപ്തി അറിയിച്ചിരുന്നു. ഏതായാലും അതിനു പിന്നാലെ ഈ ക്രൈംബ്രാഞ്ച് സംഘം റാമിന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ പിടിയിലായ റാമിനെ കണ്ണൂരിൽ എത്തിച്ച് മറ്റ് നിയമ നടപടികൾ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപുള്ള നിയമ നടപടികളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സ്വീകരിക്കുന്നത്. ഷമി, അഞ്ചരക്കണ്ടി BDS വിദ്യാർത്ഥി നിതിൻ്റെ കൊലപാതക കേസിലെ പ്രതി ഡോക്ടർ റാം അറസ്റ്റിലായിരിക്കുന്നു. സന്തോഷാണ് വിശദാംശങ്ങൾ.